ഹലോ സുഹൃത്തുക്കളെ, ഞാൻ ആദ്യമായിട്ടാണ് ഒരു ട്രാവൽ വ്ലോഗായിട്ട് ചെയ്യുന്നത്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണേ. ഞാൻ ആദ്യമായി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കൊല്ലം ജില്ലയെക്കുറിച്ചാണ്. കൊല്ലത്തെ ടൂറിസ്റ്റ് പ്ലേസസ് ആണ് ഞാൻ ആദ്യമായി ചെയ്യാൻ പോകുന്നത്. അതിൽ ഇന്ന് ഞാൻ ചെയ്യുന്നത് കൊല്ലം ബീച്ചിനെ കുറിച്ചാണ്. കേരളത്തിലെ ബീച്ചുകൾ എടുത്താൽ ഒരു പ്രധാന ആകർഷണമാണ് ഈ കാണുന്ന കൊല്ലം ബീച്ചിന്. പ്രകൃതി സൗന്ദര്യവും ചരിത്ര പ്രധാനവും സന്ദർശകർക്ക് പ്രദാനം ചെയ്യുന്നൊരു ബീച്ചാണ്. ഇത് മാത്രമല്ല, ഈ ബീച്ചിനോട് ചേർന്ന് തന്നെ ഒരു പാർക്കുമുണ്ട്, മഹാത്മാഗാന്ധി പാർക്ക്. ഇവിടം കുട്ടികൾക്കേറെ പ്രിയപ്പെട്ടതാണ്. മഹാത്മാഗാന്ധി പാർക്ക് നിലവിൽ പ്രവർത്തനമല്ല. ഞാൻ നിങ്ങൾക്കിത് എൻ്റെ ചാനലിലൂടെ കാണിച്ചു തരാം. ഈ ബീച്ചിലെ പാർക്കിംഗ് ഏരിയ ആണ് ഈ കാണുന്നത്. ഞാൻ ഇപ്പോൾ ഷൂട്ട് എടുക്കുന്നത് ഉച്ചയ്ക്കാണ്, അതുകൊണ്ടാണ് ഈ ബീച്ചിൽ തിരക്ക് കുറവ്. പക്ഷേ വൈകിട്ട് ആണെങ്കിൽ ഈ പാർക്കിംഗ് ഏരിയ ഫുള്ളായിരിക്കും. ആ ബസ് കിടക്കുന്ന ഏരിയ എല്ലാം ഫുള്ളാകും. ആ ബസ്സുകൾ നൈറ്റ് ഷിഫ്റ്റ് ഓടുന്ന വണ്ടികളാണ്. സ്വർണ്ണ മണലുകൾക്കും നീല ജലാശയങ്ങൾക്കും പേരുകേട്ട ഈ ബീച്ച് സൂര്യപ്രകാശം ആസ്വദിക്കാനും സൂര്യാസ്തമയം ആസ്വദിക്കാനും സമാധാനമായ സ്ഥലം തേടുന്ന ആളുകളെയും ആകർഷിക്കുന്നു. വിശ്രമത്തിനും പുനരുജ്ജീവനത്തിനും അനുയോജ്യമായ ശാന്തമായ അന്തരീക്ഷം നൽകുന്ന ഒരു സ്ഥലം തന്നെയാണ് കൊല്ലം ബീച്ച്. ഇന്ത്യൻ സംസ്ഥാനമായ കേരളത്തിലെ പ്രശസ്തമായതും നന്നായി പരിപാലിക്കപ്പെടുന്നതും മനോഹരവുമായ ഒരു ബീച്ചാണ് ഈ കാണുന്ന കൊല്ലം ബീച്ച്. കൊല്ലം ബീച്ചിനെ മഹാത്മാഗാന്ധി ബീച്ച് എന്നും അറിയപ്പെടുന്നു. നഗരമധ്യത്തിനടുത്താണ് ഈ ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. ശാന്തമായ അന്തരീക്ഷവും ഊർജ്ജസ്വലമായ ഊർജവും ഇവിടെ പ്രദാനം ചെയ്യുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഉച്ച സമയത്ത് ഇതുവഴി ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന പെട്ടിക്കടയിൽ നിന്നും നല്ല ശുദ്ധമായ മോര് കിട്ടും. ഞാൻ ഷൂട്ട് എടുക്കുന്നത് ഉച്ചയ്ക്കാണ്. നല്ല ദാഹവുമായിരുന്നു. ഈ പെട്ടിക്കട ബീച്ചിനകത്താണ്. ബീച്ചിലോട്ട് കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും. ബീച്ചിലെ ഓട്ടോ സ്റ്റാൻഡിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ പെട്ടിക്കട. മോര്, നാരങ്ങ വെള്ളം എല്ലാം പൊളിയാണ് ഇവിടുത്തെ. ഇവിടെ വരുന്നവർ ഉച്ചയ്ക്കാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണേ. നല്ല കട്ടിയുള്ള മോഴാണ് കേട്ടോ ഇവിടെ കൊടുക്കാറുള്ളത്. നല്ല കട്ടിക്കാണ് കേട്ടോ, അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നല്ല കട്ടിക്കാണ് ഇവിടെ കൊടുക്കുന്ന മോരുമുള്ള. അതും അടിപൊളി സാധനം കൂടിയാണ്. ഇവിടെ വരുന്നവർ ഇത് കുടിക്കാൻ മറക്കല്ലേ. ഈ കാണുന്നതാണ് പെട്ടിക്കടയുടെ ഫ്രണ്ട് വ്യൂ. ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്യണേ. കിടിലം ഐറ്റമാണ് ഇവിടുത്തെ ഉപ്പിലിട്ട മാങ്ങയും നെല്ലിക്കയും ഒക്കെ. ഇത് ബീച്ചിനകത്ത് കയറുമ്പോൾ എൻട്രി ഭാഗത്ത് ഒരു കൊച്ചു പയ്യൻ കച്ചവടം ചെയ്യുന്നതാണ്. ഇവിടുത്തെ എല്ലാ ഐറ്റംസും പൊളിയാണ് കേട്ടോ. മാങ്ങ ആവട്ടെ, പൈനാപ്പിള്, നെല്ലിക്ക, എല്ലാം അടിപൊളി സാധനമാണ്. ഞാൻ വാങ്ങിച്ചത് മാങ്ങയും പൈനാപ്പിളുമാണ്. അടിപൊളി ടേസ്റ്റായിരുന്നു മാങ്ങയ്ക്ക് പൈനാപ്പിളിനും. ബാക്കിയുള്ളത് ട്രൈ ചെയ്തില്ല. മാങ്ങയും പൈനാപ്പിളുമാണ് വാങ്ങിച്ചത്. നിങ്ങൾ ഇവിടെ വരുന്നവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതും ആ പയ്യൻ്റെ കയ്യിൽ നിന്നും മേടിക്കാൻ ശ്രമിക്കണേ. അവൻ അടിപൊളി നല്ല രീതിയിലാണ് അവൻ ഉപ്പിലിട്ടിരിക്കുന്നതല്ല. കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്നറിയാം ആ അടുക്കി വെച്ചേക്കുന്നതും. നമ്മൾ ബീച്ചിലോട്ട് കയറുമ്പോൾ തന്നെ ആ ഓട്ടോ സ്റ്റാൻഡിനോട് ചേർന്നാണ് അവൻ ഇരിക്കുന്നതും. ആ ഉച്ച സമയത്ത് ഇവിടെ കാണും കേട്ടോ. ഉപ്പും എരിവൊക്കെ കറക്റ്റാണ് കേട്ടോ. നല്ല അടിപൊളി, നല്ല ടേസ്റ്റ് കേട്ടോ. സൂപ്പർ സാധനം. വരുന്നവരൊന്ന് ട്രൈ ചെയ്യണം മസ്റ്റ്. ഇതാണ് കേട്ടോ അവനിരിക്കുന്ന സ്ഥലം. ആ പാർക്കിംഗ് ഏരിയയുടെ അടുത്തായിട്ടാണ്. ഈ കാണുന്നതാണ് കൊല്ലം ബീച്ചിനകത്തുള്ള പാർക്ക്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മഹാത്മാഗാന്ധി പാർക്ക്. ഇത് നിലവിൽ പ്രവർത്തനമല്ല. 1 വർഷമായി അടച്ചിട്ടിരിക്കുകയാണ്. പുതുക്കി പണിയാൻ വേണ്ടിയാണ് നിലവിൽ അടച്ചിട്ടിരിക്കുന്നത്. ബീച്ചിന് പുറത്തായിട്ട് വേറൊരു പാർക്ക് ഉണ്ട്, ജലകേളി പാർക്ക്. അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ വൈകിട്ടായി കേട്ടോ. ഞാൻ ഷൂട്ട് എടുത്ത് കഴിഞ്ഞ് വൈകിട്ട് ഒന്നും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ബീച്ചിലെ കടകമ്പോളങ്ങളെല്ലാം തുറന്നു. ഈ സമയങ്ങളിലാണ് ബീച്ചിൽ കൂടുതൽ ആളുകൾ വരുന്നതും തിരക്കേറുന്നതും.
ദാ ഈ കാണുന്നത് ഭക്ഷണശാലകളാണ്. അടുത്തടുത്തായിട്ട് 2 ഭക്ഷണശാലകൾ ഉണ്ട്. എല്ലാവരും ഇന്നത്തെ ഐറ്റംസ് ഉണ്ടാക്കാനുള്ള തിരക്കിലാണ്. ഇതാണ് മഹാത്മാഗാന്ധി പാർക്ക്. ഇവിടുന്ന് നേരെ നടന്നു പോകുമ്പോൾ കടകളെല്ലാം തുറന്നു കഴിഞ്ഞു. ഇതുപോലുള്ള നിരവധി കടകൾ കാണാൻ പറ്റും. ബീച്ചിന് സൈഡിൽ ബീച്ചിന്റെ വഴിയോരത്തായിട്ട് ഒരുപാട് നിരവധി കടകളുണ്ട് കേട്ടോ. ഈ കളിപ്പാട്ടങ്ങളുള്ളത് കുറച്ചൊക്കെ തുറന്നു, ബാക്കി കുറച്ച് കടകളൊക്കെ തുറക്കാനുണ്ട്. എന്ത് മനോഹരമാണ് ഈ കൊല്ലം ബീച്ച് കാണാൻ, അടിപൊളി. ഇതാണ് മറൈൻ അക്വേറിയം. ഇത് പ്രവർത്തനമല്ല, മറൈൻ അക്വേറിയം ബീച്ചിന് പുറത്താണ്. ഈ കാണുന്നത് ബീച്ചിനകത്ത് കാണുന്ന റെസ്റ്റോറന്റ് ആണ്. ഈ റെസ്റ്റോറന്റിന്റെ ബാക്കിലാണ് മറൈൻ അക്വേറിയം. ജലകേളി പാർക്ക്. ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ ബീച്ചിന്റെ പുറത്ത് കാണുന്ന പാർക്ക്. കൊച്ചു കുട്ടികളുടെ പ്രിയപ്പെട്ട കളിസ്ഥലം കൂടിയാണ് ഈ കാണുന്ന ജലകേളി പാർക്ക്. ഇവിടെ കയറാൻ എൻട്രി ഫീസ് 10 രൂപയാണ്. ജലകേളി പാർക്കിനേക്കായും കുറച്ചുകൂടി നല്ലത് മഹാത്മാഗാന്ധി പാർക്ക് ആയിരുന്നു. കാരണം അവിടെ എല്ലാ തരത്തിലുള്ള കുട്ടികൾക്കും കളിക്കാനുള്ള സൗകര്യങ്ങളുണ്ടായിരുന്നു. ഇവിടെ കൊച്ചുകുട്ടികൾക്ക് മാത്രം ഇവിടെ കളിക്കാൻ സൗകര്യമുള്ളൂ. 5 വയസ്സിന് ഏകദേശം 5 വയസ്സിന് താഴെയുള്ള കൊച്ചുകുട്ടികൾക്ക് മാത്രമേ ഇവിടെ കളിക്കാനുള്ള സൗകര്യമുള്ളൂ. മഹാത്മാഗാന്ധി പാർക്കാണ് ജലകേളി പാർക്കിനേക്കായി കൂടുതൽ ബെറ്റർ. കൊല്ലം ബീച്ചിനെയും പാർക്കിനെയും കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു. ഇനിയും നല്ല വീഡിയോ ആയിട്ട് വരാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. പിന്നെ ഒരു കാര്യം, ഫസ്റ്റ് വീഡിയോ ആണ്, ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. തെറ്റുകളുണ്ട്, ക്ഷമിക്കണേ.